വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ സിനിമയിൽ വന്ന ഒരാളാണ് ശ്യാമേട്ടൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? സിനിമയില് വളരെ ചെറുതായിരിക്കുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലൊരു സോഫയിൽ എവിടെയോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവോ എന്നറിയില്ല. നമുക്ക് നോക്കാം. അവൾ അങ്ങേരുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ മതിയായിരുന്നു. ഇത് ദ്രോഹ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നെ പോലല്ലേ അച്ഛൻ അവളും. ആവശ്യമില്ലാതെ അതും പറഞ്ഞ് അച്ഛനെ വീട്ടിൽ നിന്ന് അകറ്റിയത് അമ്മയാ. ആ സോഫയിൽ റെഡ് ഉടുപ്പിട്ടിരിക്കുന്ന കുഞ്ഞു കുട്ടിയാണ് ശ്യാമേട്ടൻ. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് കിലുക്കം. കിലുക്കം സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയെന്ന് പറയുന്നതിന് വലിയ ഒരു ഭാഗ്യാണ് അല്ലേ? എന്നാലും കറക്റ്റ് മറ്റേ സാധനമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് എന്നെ വെറുതെ പിടിച്ചിരുത്തിയതാണ്. അഭിനയിക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ കൂടെ പോയതാ. അമ്മയാണ് അതിൽ തിലകൻ സാറിന്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ സീനിൽ അവർക്കൊരു കുട്ടിയും കൂടെ വേണം എന്ന് പറഞ്ഞ സമയത്ത് എന്നെ പിടിച്ചവിടെ ഇരുത്തി. അപ്പൊ ഞാൻ കരഞ്ഞു എന്നാണ് എന്റെ ഓർമ്മയിൽ അമ്മ പറഞ്ഞത്. ഞാൻ അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് എന്തോ തന്നപ്പോ കഴിച്ചോണ്ടിരുന്നു. ബിസ്ക്കറ്റ് കിട്ടിയപ്പോ കഴിച്ചോണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൊണ്ടിരുത്തിയതാണ്. നമുക്കറിയില്ലല്ലോ നമ്മൾ കിലുക്കത്തിലാണ് അഭിനയിക്കുന്നത് എന്നുള്ളത്. സ്കൂളിലൊക്കെ 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ കിലുക്കത്തിലൊക്കെ ഇന്നത്തെ പോലെ അല്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ജനറൽ ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അന്നൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മ ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ ഉണ്ടെന്ന് പറയണ വന്ന റോയൽ ട്രീറ്റ്മെന്റ് ആണ്. ഇവർക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിയടാന്ന് പറഞ്ഞിട്ട് ആ സംഭവമാണ്. ഞാൻ കുറെ നാൾ അതുകൊണ്ട് ഇങ്ങനെ മതിച്ച് നടന്നിട്ടുണ്ടായിരുന്നു.